അഭിഭാഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഇപ്പോൾ നമ്മൾ കേട്ട ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത് താനല്ല എന്നാണ് ജൂനിയർ അഭിഭാഷക ശ്യാമിലി പറയുന്നത്. ആ ഗ്രൂപ്പിനകത്ത് ഉള്ള വാദപ്രതിവാദങ്ങൾക്കിടയിൽ താൻ തൻ്റെ ഭാഗം ആ ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി നൽകി. അത് ഗ്രൂപ്പിൽ നിന്ന് എടുത്ത് മാധ്യമങ്ങൾക്ക് കൊടുത്തതിൽ താൻ ഉത്തരവാദിയല്ല എന്നാണ് അവർ പറയുന്നത്. അഭിഭാഷകരുടെ ഗ്രൂപ്പിൽ തന്നെ കുറ്റക്കാരിയാക്കാൻ ശ്രമം നടന്നു. സീനിയർ വനിതാ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് പോലും മോശമായിട്ടുള്ള അഭിപ്രായ പ്രകടനമുണ്ടായി. ബാർ അസോസിയേഷനിൽ ഒത്തുതീർപ്പാക്കേണ്ട പ്രശ്നം എന്നാണ് അവർ പറഞ്ഞത്. അതിനെ കോടതിയിലേക്ക് വലിച്ചിഴക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ അവർ കുറ്റപ്പെടുത്തി. പ്രതിയെ സുഹൃത്തുക്കൾ പിന്തുണച്ചോട്ടെ എന്നും അത് തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലായപ്പോഴാണ് പ്രതികരിച്ചതെന്നുമാണ് ശ്യാമിലി പിന്നീട് വിശദമായി പറഞ്ഞത്. 600-നും 700-നും ഇടയ്ക്കുള്ള കുറച്ച് ആളുകളുള്ള ഗ്രൂപ്പിൽ അവരിടുന്ന ആ ഒരു കമൻറ്റിനും അവരിടുന്ന വോയിസിനുമുള്ള ഒരു റിപ്ലൈ ആയിരുന്നു അത്. ഒരിക്കലും അഭിഭാഷക സമൂഹം ഫുള്ളും എനിക്ക് പിന്തുണ നിൽക്കില്ല. അത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വന്ന കമൻറ്റിന് എൻ്റെ വൈകാരിക ബുദ്ധിയിൽ ആ സമയത്ത് എൻ്റെ മാനസിക അവസ്ഥയിൽ ഞാൻ പറഞ്ഞതാണ്. അതിൽ യാതൊരു തർക്കവും ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ. അത് ഒരിക്കലും ഞാൻ എൻ്റെ അഭിഭാഷക സുഹൃത്തുക്കൾ ആരും എൻ്റെ കൂടെ നിൽക്കുന്നില്ല എന്ന് ഉദ്ദേശിച്ചില്ലല്ല. ആ ഗ്രൂപ്പിൽ ഇങ്ങനെ വിക്ടിം ബ്ലെയിമിങ് ചെയ്യുന്ന മെസ്സേജുകളുടെ എണ്ണം വന്നതനുസരിച്ച് അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞതാണ്. അത് ഇത്തരത്തിൽ ഇങ്ങനെ മീഡിയയ്ക്ക് കിട്ടുക ഒരു അത്രയും പ്രൈവറ്റായിട്ട് അതിനുള്ള അന്വേഷണം അത് ആരംഭിക്കണം. കാരണം ഇപ്പോൾ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നടന്ന കാര്യം മനസ്സിലാവും. ഞാൻ പറയാതെ തന്നെ അത്രയും പ്രൈവറ്റായിട്ടുള്ളൊരു ഗ്രൂപ്പിൽ വക്കീലന്മാർ മാത്രമുള്ള ഒരു ഗ്രൂപ്പിൽ പറഞ്ഞൊരു കാര്യം അത് മീഡിയയ്ക്ക് കിട്ടി. ഞാൻ പോലും അറിയാതെ അത് പബ്ലിഷ് ആയെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ള കാര്യം അത് എനിക്കറിയില്ല.